തണുപ്പ് തുടങ്ങി. എന്നാൽ പിന്നെ ചൂണ്ടയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ചുമ്മാ ഒന്ന് ഫിഷിങ്ങിന് ഇറങ്ങാമെന്ന് കരുതി. ചെക്കന് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ്റെ ബാഗൊക്കെ എടുത്ത് കുറച്ച് ബിസ്ക്കറ്റുകൾ, അവന് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമ്മളും പട്ടിണി കിടക്കരുത്, അങ്ങനെ ഒരു ഉദ്ദേശവും കൂടി ഉണ്ട്. പിന്നെ കുറച്ച് സൺസ്ക്രീൻ, ചെറിയ ഒരു ഐ പ്രൊട്ടക്ഷൻ, അങ്ങനെ എല്ലാം സെറ്റ്. ചൂണ്ടയിടാൻ പോയിട്ട് വരുമ്പോൾ ലുലുന്ന് കറിക്കും കൂടി എന്തെങ്കിലും വാങ്ങിക്കണേ ഫെബിച്ച എന്ന ഭാര്യയുടെ സ്ഥിരം ഡയലോഗ് പുച്ഛം കലർന്നത് നമ്മൾ ഒഴിവാക്കി നേരെ ചെമ്മീൻ വാങ്ങിക്കാനായിട്ട് ലുലുവിലെത്തി. അപ്പോഴാണ് ഫസ്റ്റ് തന്നെ ചെക്കന് ചോക്ലേറ്റ് മിൽക്ക് വേണം, അതും ചെറുതുപോലെ വലുത് തന്നെ വേണം. അങ്ങനെ അത് കിട്ടിയ സന്തോഷത്തിൽ അവൻ അവിടെയൊക്കെ ഓടി കിടക്കുന്നുണ്ടായിരുന്നു. ഇനി അത് പൊട്ടിച്ച് കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും കൊടുത്ത് നേരെ ഞങ്ങൾ ഫിഷിംഗ് സ്പോട്ടിലോട്ട് പോയി. എന്നാൽ പിന്നെ ഡാഡാ നമുക്ക് ലുലുന്ന് ഫിഷിനെ വാങ്ങിച്ചിട്ട് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് വീട്ടിൽ മമ്മയ്ക്ക് കാണിച്ചു കൊടുത്താലോ എന്നൊരു ഐഡിയ ചെക്കൻ പറഞ്ഞ്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശേഖരൻ ഇത് പണ്ടേ ചെയ്യായിരുന്നു എന്ന് ഞാൻ അവനോട് പറഞ്ഞൊരു നോവും പറഞ്ഞ്. കാരണം അത് നമ്മുടെ എത്തിക്സിന് യോജിച്ചതല്ല മോനെ. ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അധികം വൈകുന്നേരം ഫിഷിങ്ങിന് പോകാറില്ല, രാവിലെയാണ് പോകാറ്. കാരണം സ്വസ്ഥം സമാധാനം സന്തോഷമൊക്കെ രാവിലെ ഉള്ളൂ, അവിടെ ആരും ഉണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വഴിതെറ്റിപ്പോയ മീൻ നമ്മുടെ ചൂണ്ടയിൽ കയറി കൊളുത്തി. ഒരുപാട് ചെമ്മീൻ സാക്രിഫൈസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഫിഷിനെ കിട്ടി. ചെക്കൻ ഹാപ്പി. അപ്പോഴേക്കും വൈഫിൻ്റെ കോൾ വന്നു, വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഫിഷിന് തീറ്റ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത്രടം വരെ ഒന്ന് വരാണെങ്കിൽ ഉപകാരം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ചൂണ്ട മുടക്കി വീട്ടിലേക്ക്. ഇനി അടുത്ത ഫിഷിങ് നെക്സ്റ്റ് ഡേ.